OG ലേഡി സൂപ്പർ സ്റ്റാർ അനുഷ്ക ഷെട്ടിയുടെ ഗാട്ടി OTT വന്നിട്ടുണ്ട്. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഒരുവിധം എല്ലാ ലാംഗ്വേജിലും അവൈലബിൾ ആണ്, ഇൻക്ലൂഡിങ് മലയാളം. സോ OG ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാൻ അതിനനുസരിച്ചുള്ള കാരണങ്ങളുണ്ട്. പലരെയും പോലെ സോ കോൾഡ് അല്ലെങ്കിൽ സ്വയം പ്രഖ്യാപിത ലേഡി സൂപ്പർ സ്റ്റാർ അല്ല. സ്ത്രീകളെ വെച്ചിട്ട് ഇപ്പൊ സിനിമ എടുക്കുന്നില്ല, സ്ത്രീകൾക്ക് കിടിലൻ ക്യാരക്ടേഴ്സ് കിട്ടുന്നില്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അല്ല, അന്തക്കാലത്ത് അരുന്ധതി ഇറക്കി വിട്ട ആളാണ്. എനിക്ക് തോന്നുന്നില്ല ബാഹുബലിയിലെ ദേവസേന എന്ന ക്യാരക്ടർ ഇന്ത്യൻ സിനിമയിൽ ഇത്രയും നന്നായി ചെയ്യാൻ വേറൊരാളില്ല. അതുകൊണ്ടാണ് OG ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നത്. സോ ആളുടെ ഗാട്ടിയെ പറ്റി പറയണ വെച്ചാ വാട്ട് എന്ന് പറയാം. ജസ്റ്റ് ലൈക്ക് ഗോഡ്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം പോലെ വാട്ട്, വേഴ്സ്റ്റ് ഓഫ് ഓൾ ടൈം അനുഷ്ക ഷെട്ടിയുടെ വാട്ട് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പടമാണ്. അയ്യേ എന്നാണ് ഈ സിനിമ കണ്ടപ്പോ പറയാൻ തോന്നിയത്. ഒട്ടും വർക്ക്ഔട്ട് ആവാത്ത ഒരു പടം, ഒരു അവിഞ്ഞ പടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ ഈ സിനിമയിൽ ഏറ്റവും വലിയ നെഗറ്റീവ് അനുഷ്ക ഷെട്ടിയുടെ മുഖത്ത് VFX മിനുക്ക് പണികളെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിരുന്നു, അൺനാച്ചുറൽ ആയിട്ടാണ് അത് സാധനം തോന്നിയിട്ടുണ്ടായിരുന്നത്. എടേ ഇപ്പൊ ആളുടെ ശരിക്കുള്ള മോൻ കാണിച്ച എന്താ പ്രശ്നം? തടി കൂടിയതൊക്കെയാണോ പ്രശ്നം? ഇഫ് യു കാൺ ഡു സംതിങ് പ്രോപ്പർലി ബെറ്റർ ഡോണ്ട് ഡു. ഇങ്ങനെ ഒരു അപരാധം ആക്കി വിടുന്നേക്കാളും ഒറിജിനൽ ഫേസ് കാണിക്കുന്നതായിരുന്നു നല്ലത്. ഇത് മേക്കപ്പ് ഒക്കെ ഇട്ട് കയറ്റിയ ഒരു ജീവൻ ഇല്ലാത്ത ബൊമ്മയെ പോലെയായിരുന്നു ആള്. ആൻഡ് ഫസ്റ്റ് ഹാഫിൽ ഫുൾ ടൈം മാമ 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 വിളിച്ചിട്ട്